ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ. മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ലക്നൗ സൂപ്പർ ജയൻസ്. ഈ രണ്ട് ടീമുകളുടെയും ഈ സീസണിലേക്ക് വന്നാൽ പോയിന്റ് ടേബിളിൽ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഇവരുള്ളത്. മുംബൈ ഇന്ത്യൻസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 9 മത്സരങ്ങളിൽ നിന്ന് 5 വിജയങ്ങളുമായിട്ട് 4ാം സ്ഥാനത്ത്. ലക്നൗ സൂപ്പർ ജയൻസും അതേ വിജയങ്ങൾ തന്നെ, 9 മത്സരങ്ങളിൽ നിന്ന് 5 ജയങ്ങൾ, അവർ 6ാം സ്ഥാനത്താണ്. സത്യത്തിൽ നെറ്റ് റൺ റേറ്റ് മാത്രമാണ് ഇവരെ വേർതിരിക്കുന്നത്. ഇപ്പോൾ സീസണിന്റെ തുടക്കത്തിൽ ഇവർ രണ്ട് എക്സ്ട്രീം പോൾസിലുള്ള ടീമായിരുന്നു. മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്നത് ബുംറ ഇല്ലെങ്കിൽ പോലും നിറയെ മാച്ച് വിന്നേഴ്സ് ഉള്ളൊരു ടീം. എന്നാൽ ലക്നൗ സൂപ്പർ ജയൻസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ നിന്ന് നമുക്കറിയാം അവരുടെ ബോളിംഗ് ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. അത് മാത്രമല്ല, സീസണിന്റെ തുടക്കത്തിൽ അവരുടെ റീറ്റെയിൻ ചെയ്ത ബോളേഴ്സിനെല്ലാം പരിക്കൊക്കെ പറ്റിയിരുന്നു. അങ്ങനെ വളരെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോളിംഗ് അറ്റാക്കുമായിട്ടാണ് LSG വന്നത്. എന്നാൽ റിസൾട്ട്സ് നേരെ ഓപ്പോസിറ്റ് ആയി. അതായത് ആദ്യ 5 മത്സരങ്ങളിൽ മുംബൈ ഇന്ത്യൻസിന് 1 മത്സരം മാത്രമാണ് വിജയിക്കാനായത്. എന്നാൽ ലക്നൗ സൂപ്പർ ജയൻസ് നന്നായിട്ട് തന്നെയാണ് തുടങ്ങിയത്. എന്നാൽ നമുക്കറിയാം മുംബൈ ഒരു സ്ലോ സ്റ്റാർട്ടേഴ്സ് ആണ്. അതായത് തുടക്കത്തിൽ ഒരു പതിഞ്ഞ താളത്തിൽ കളിച്ചു വന്നിട്ട് പിന്നീട് കത്തിക്കേറുകയാണ് അവരുടെ ഒരു രീതി. ഈ സീസണിൽ നമ്മൾ അത് തന്നെയാണ് കണ്ടത്. ആദ്യത്തെ 5 മത്സരങ്ങളിൽ നിന്ന് വെറും 1 വിജയം, പിന്നീടുള്ള 4 മത്സരങ്ങളിൽ തുടർച്ചയായ ജയം. അതോടെ പോയിന്റ് ടേബിൾ അവസാന സ്ഥാനങ്ങളിൽ ഒന്നിൽ കിടന്നിരുന്ന മുംബൈ ഇന്ത്യൻസ് ഒറ്റയടിക്ക് 4ാം സ്ഥാനത്തായി. ഇനി ലക്നൌവിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുംബൈയെ അപേക്ഷിച്ച് മികച്ച രീതിയിലാണ് സീസൺ തുടങ്ങിയത്. ഈ സീസണിൽ ഇവർ നേരത്തെ ഏറ്റുമുട്ടിയപ്പോൾ വിജയം ലക്നൗ സൂപ്പർ ജയൻസിനൊപ്പമായിരുന്നു. അന്നത്തെ മത്സരത്തിൽ 12 റൺസിനാണ് ലക്നൗ സൂപ്പർ ജയൻസ് മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തിയത്. എന്നാൽ ഇപ്പോൾ അവസാന മത്സരങ്ങളിൽ അവർ ആ സെറ്റ് ചെയ്ത ബാർ കുറച്ചൊന്ന് പിന്നോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ തുടങ്ങിയ രണ്ട് ടീമുകൾ ഇപ്പോൾ ഒരു പോയിന്റിൽ ജോയിൻ ചെയ്യുകയാണ്. ഇനി നമുക്ക് ഫോം വൈസ് നമുക്ക് ആദ്യം ഹോം ടീമായ മുംബൈ ഇന്ത്യൻസിനെ തന്നെ നോക്കാം. ഇപ്പോൾ ഇവരുടെ സീസൺ തുടങ്ങിയപ്പോൾ ഇവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ബൂംറ ഇല്ല. ബൂംറ പിന്നീടാണ് തിരികെ ടീമിൽ ജോയിൻ ചെയ്തത്. അതല്ലാതെ രോഹിത് ശർമ്മയുടെ ഫോം. ഇപ്പോൾ രോഹിത് ശർമ്മ നമ്മൾ കാണുമ്പോൾ ടച്ചിലാണെന്ന് തോന്നും, എന്നാൽ വിക്കറ്റ് നൽകി മടങ്ങുകയാണ് രോഹിത് ശർമ്മ ചെയ്തുകൊണ്ടിരുന്നത്. CSKയ്ക്ക് മുമ്പുള്ള മത്സരം വരെ പവർ പ്ലേ അതിജീവിക്കാൻ രോഹിത്തിന് കഴിഞ്ഞില്ല. എന്നാൽ കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഒരു 70+ സ്കോർ ചെയ്ത് രോഹിത് ഫോമിലേക്ക് തിരികെ എത്തിക്കഴിഞ്ഞു. അത് അവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആണ്. അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ്. അപ്പോൾ സ്കൈയുടെ കാര്യം പറയുമ്പോൾ നമ്മളുടെ ഒരു IPL-ന് മുമ്പ് നടന്ന ഇന്ത്യ ഇംഗ്ലണ്ട് സീരീസിൽ വളരെ മോശം പ്രകടനമാണ് നമ്മൾ കണ്ടത്. അതായത് സ്കൈയുടെ കരിയറിൽ ഇതേവരെ ഉണ്ടാവാത്ത ഒരു ലീൻ ബാച്ച് ആണ് നമ്മൾ കണ്ടത്. നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു 2020 സീരീസിൽ 5 മത്സരങ്ങളിൽ നിന്ന് 28 റൺസാണ് സ്കോർ ചെയ്തത്. എന്നാൽ ഇപ്പോൾ IPL-ലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ ടോപ്പ് സ്കോറർ സൂര്യകുമാർ യാദവ് ആണ്. ഇപ്പോൾ 373 റൺസ്, അതായത് ഒരു ഹെൽത്തി സ്ട്രൈക്ക് റേറ്റിൽ 166.51 സ്ട്രൈക്ക് റേറ്റിലാണ് സൂര്യ ഇത്രയും റൺസ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലീൻ ബാച്ചിൽ നിന്ന് സൂര്യകുമാർ യാദവ് പുറത്തു വന്നു. ഹാർദിക് പാണ്ഡ്യ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും തിളങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രെന്റ് ബോൾട്ടിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പവർ പ്ലേയിൽ കഴിഞ്ഞ സീസണുകളുടെ അത്രയും വന്നില്ലെങ്കിലും ഡെത്ത് ഓവേഴ്സിൽ മനോഹരമായിട്ട്, ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ കൂടുതലും പവർ പ്ലേയിൽ നന്നായിട്ട് ബോൾ എറിയുകയും ഡെത്തിൽ അടി വാങ്ങിയിരുന്നു. എന്നാൽ ഈ സീസണിൽ യോർക്കേഴ്സ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ട്രെന്റ് ബോൾട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ബൂംറ തിരിച്ചു വന്നതോടെ പഴയ ഋതത്തിൽ പെട്ടെന്ന് തന്നെ എത്തി. ഇപ്പോൾ സാധാരണ ഒരു പരിക്കിൽ നിന്ന് ഒരു വൻ ലേ ഓഫ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു ഋതത്തിലെത്താൻ ബാക്കിയുള്ള സാധാരണ ബോളേഴ്സ് ഇത്തിരി സമയം എടുക്കും. എന്നാൽ ബൂംറയ്ക്ക് അങ്ങനെയൊന്നുമില്ല. ബൂംറ വളരെ പെട്ടെന്ന് തന്നെ തന്റെ ഒരു ഋതം കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് തിലക് വർമ്മയും ഫോമിലാണ്. പിന്നെ തിലക് വർമ്മയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ LSG ആയിട്ട് നടന്ന ഒരു റിവേഴ്സ് ഫിക്സ്ചറിൽ നമ്മുടെ ബോൾ പ്രോപ്പറായിട്ട് ടൈം ചെയ്യാൻ കഴിയാതെ റിട്ടയർഡ് ഔട്ട് ആക്കിയാണ് ചെയ്തത്. എന്നാൽ അതിനുശേഷം കൺസിക്യൂട്ടീവ് 50s തിലക് വർമ്മ ഫോമിലായി. അപ്പോൾ തിലക് വർമ്മയും നല്ല ടച്ചിലാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമാൻധർ വേണ്ട ഫിനിഷിംഗ് ടച്ചസ് നൽകുന്നുണ്ട്. അപ്പോൾ ഇവർ ടീം ക്ലിക്കായി. ഇപ്പോൾ തുടക്കത്തിൽ അവരുടെ തോൽവിക്ക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മാച്ച് വിന്നേഴ്സ് ആണ്, പക്ഷെ അവർ അങ്ങനെ ഒന്നും ക്ലിക്ക് ആവുന്നില്ല, ഒരു ടീമായിട്ട് ക്ലിക്ക് ആവുന്നില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. ഇപ്പോൾ അത് സോൾവ് ആയി. ഹാർദിക് പാണ്ഡ്യയും ഇപ്പോൾ തോറ്റുകൊണ്ടിരിക്കുന്ന സമയത്തും അത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങളുടെ ടീം ഒന്ന് ക്ലിക്കായി വരേണ്ട താമസമേ ഉള്ളൂ, ക്ലിക്കായി കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് ഹാർദിക് പറഞ്ഞു. അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ മുംബൈയുടെ സ്ക്വാഡ് അനലൈസ് ചെയ്തപ്പോഴായാലും പറഞ്ഞ കാര്യമുണ്ട്, ഇവരൊരു മാച്ച് വിന്നേഴ്സ് ഉള്ളൊരു ടീമാണ്. ഇവർ ഫോം ആയി കഴിഞ്ഞാൽ കപ്പ് എടുക്കാൻ തക്ക കാലിബറുള്ള ടീമാണ്. ആ ഒരു ദിശയിലേക്ക് തന്നെയാണ് ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ലക്നൗ സൂപ്പർ ജയൻസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ ടോപ്പ് ത്രീ നന്നായിട്ട് തന്നെ ഹെവി ആയിട്ട് റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മിച്ചൽ മാർഷ് ആയാലും എഡൻ മാർട്ടോ ആയാലും നിക്കോളാസ് പുറാൻ ആയാലും വളരെ നന്നായിട്ട് തന്നെ ഹെൽത്തി സ്ട്രൈക്ക് റേറ്റിൽ സ്കോർ ചെയ്തു. അതിൽ നിക്കോളാസ് പുറാൻ വളരെ മികച്ചൊരു സ്റ്റാർട്ട്, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്ലോസീവ് സ്റ്റാർട്ട്സ് ആണ് നമ്മുടെ LSGക്ക് വേണ്ടി നൽകിയത്. അതായത് മിക്കവാറുള്ള മത്സരങ്ങളിലെല്ലാം 200+ ആയിരുന്നു നിക്കോളാസ് പുറാന്റെ സ്ട്രൈക്ക് റേറ്റ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷഭ് പന്തിന്റെ മോശം ഫോമാണ്. ഋഷഭ് പന്ത് ഈ IPL-ലെ ഏറ്റവും മൂല്യമേറിയ താരമാണ്, അതുപോലെ തന്നെ അവരുടെ ക്യാപ്റ്റനാണ്. ആ ഋഷഭ് പന്തിൽ നിന്ന് CSKയ്ക്കെതിരെ നേടിയ ഒരു സ്ട്രഗ്ലിംഗ് 50 ഒഴിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഒരു മികച്ച പ്രകടനം വന്നില്ല. അതുപോലെ തന്നെ ഡേവിഡ് മില്ലറും തന്റെ ആ ഒരു ബെസ്റ്റിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു മിഡിൽ ഓർഡറിൽ ആ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ ഈ ഒരു ടോപ്പ് 3 നന്നായിട്ട് കളിക്കുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് 3ാം നമ്പറിൽ ഇറങ്ങുന്ന നിക്കോളാസ് പുറാനോട് ഒരു എക്സ്പ്ലോസീവ് ഇന്നിംഗ്സ് കളിക്കുന്നതുകൊണ്ട് തന്നെ അവർക്കത് വലിയൊരു പ്രശ്നമായില്ല. പിന്നീട് ഫിനിഷിംഗ് ടച്ചസ് ആയുഷ് ബദോണിയും അബ്ദുൾ സമദും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ആ ഒരു വീക്ക്നെസ് അങ്ങനെ എന്താണ് പറയുക, അങ്ങനെ പ്രകടമായില്ല. എന്നാൽ കഴിഞ്ഞ 3 മത്സരങ്ങളിൽ നിക്കോളാസ് പുറാൻ ഫെയിലായി. ആ 3 മത്സരങ്ങളിൽ നിന്ന് 28 റൺസ് മാത്രമാണ് പുറാൻ സ്കോർ ചെയ്ത്. അങ്ങനെ വന്നപ്പോഴേക്കും ആ ഒരു മിഡിൽ ഓർഡറിന്റെ വീക്ക്നെസ് എടുത്തറിയുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ മത്സരത്തിലാണെങ്കിൽ അവർ ഡിസിഷൻ മേക്കിംഗ് തന്നെ കുറെ ഇഷ്യൂസ് പറ്റി. അതായത് ഋഷഭ് പന്ത് 4ാമത് ഇറങ്ങിയില്ല, ഫിനിഷിംഗിൽ അത്യാവശ്യം നല്ല ടച്ചിൽ നിന്നിരുന്ന സമദിനെ പിടിച്ച് 4ാമത് ഇറക്കി, സമദ് ഫെയിലായി. അത് കഴിഞ്ഞിട്ട്
നമ്മുടെ ഇമ്പാക്ട് പ്ലെയറിനെ ഋഷഭ് പന്തിന് മുമ്പ് ഇറക്കി. എന്നിട്ട് ഋഷഭ് പന്ത് 7ാം സ്ഥാനത്ത് വന്നു. ആദ്യത്തെ ബോൾ വീശി, രണ്ടാമത്തെ ബോൾ ബൗൾഡായി. അങ്ങനെ പിന്നെ ഒരു അനിമേറ്റഡ് ചാറ്റ് നമ്മുടെ സൈർ ഖാനും ഒക്കെ ആയിട്ട് ഋഷഭ് പന്ത് എന്തോ ഫ്രസ്ട്രേറ്റഡ് ആയി സംസാരിക്കുന്ന ഒരു വിഷ്വൽസ് ഒക്കെ പുറത്തു വന്നു. പിന്നീട് ഫീൽഡിലായാലും ഭയങ്കര ഒരു ഫ്രസ്ട്രേറ്റഡ് ദേഷ്യത്തിലെ രീതിയിലാണ് പുള്ളി ആ ടീമിനെ ലീഡ് ചെയ്തത്. നമുക്കറിയാം പന്തെന്ന് പറയുന്ന ഒരു ചെറുപ്പിയായിട്ടുള്ള, ഇപ്പം നമ്മളിപ്പം വിക്കറ്റ് കീപ്പ് ചെയ്യുകയാണെങ്കിലും ആ ഒരു സംസാരം കൊണ്ടും എല്ലാം കൊണ്ടും ഒരു കൂൾ ക്യാരക്ടർ ആയിട്ടാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഫ്രസ്ട്രേറ്റഡ് ഫിഗർ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ എല്ലാവരോടും ദേഷ്യം എന്നുള്ള രീതിയിലാണ്. അത് പുള്ളിയുടെ ഒരു സ്റ്റൈലല്ല. അപ്പോൾ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഇഷ്യൂസ്, പ്രത്യേകിച്ച് ആ മിഡിൽ ഓർഡറിൽ ഋഷഭ് പന്തിനും ഡേവിഡ് മില്ലറിനും അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനാകാത്തത് ഇപ്പോൾ ടോപ്പ് ഓർഡർ ഫെയിൽ ആയി കഴിഞ്ഞാൽ അവരെ സാരമായിട്ട് തന്നെ ബാധിക്കും. ഇനി ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാലും അവരുടെ ഒരു പ്രധാന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മായങ്ക് യാദവ് എവിടെയാണ്. അപ്പോൾ മായങ്ക് യാദവിനെ റീറ്റൈൻ ചെയ്ത ബോളറാണ്. അപ്പോൾ പരിക്ക് കാരണം കുറച്ച് മത്സരങ്ങൾ കളിച്ചില്ല. അത് കഴിഞ്ഞ് ടീമിൽ ജോയിൻ ചെയ്തിട്ട് കഴിഞ്ഞ മത്സരത്തിൽ പന്ത് പറഞ്ഞത് ഇറക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. എന്നാൽ ആയുഷ് ബദോണിയെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറക്കേണ്ടി വന്നതുകൊണ്ട് ഇറക്കാൻ പറ്റിയില്ല എന്നാണ്. അപ്പോൾ അറിയില്ല. അപ്പോൾ മായങ്ക് യാദവ് എവിടെയെന്നുള്ളൊരു ചോദ്യമുണ്ട്. മായങ്ക് യാദവ് നമുക്കറിയാം ഒരു 150 ആ ഒരു അത്രയും സ്പീഡിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ബോൾ ചെയ്യാൻ കഴിവുള്ള ഒരു പ്ലെയർ ആണ്. അപ്പോൾ ആ ഒരു അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തീർച്ചയായിട്ടും നല്ലൊരു പോസിറ്റീവ് അഡീഷൻ ആയിരിക്കും. അപ്പോൾ ഈ മത്സരത്തിൽ മായങ്ക് യാദവ് ഫിറ്റ് ആണെങ്കിൽ കളിക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ ടീമിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നിക്കോളാസ് പുറാൻ ആദ്യത്തെ മത്സരങ്ങളിൽ കളിച്ച ഒരു ഫോം കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഋഷഭ് പന്ത്, ഡേവിഡ് മില്ലർ, അങ്ങനെ കുറച്ച് ഇഷ്യൂസ്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഇവരുടെ സൈഡിലുണ്ട്. എന്നാലും പോയിന്റ് ടേബിൾ ഇപ്പോൾ അവർക്ക് ആശങ്കപ്പെടേണ്ട ഒരു സ്ഥിതിയില്ല. ഇനി 5 മത്സരങ്ങൾ ബാക്കിയുണ്ട്. അതിലൊരു 3 മത്സരങ്ങൾ ജയിച്ചാൽ മതി. ആ സെയിം തന്നെയാണ് നമ്മുടെ മുംബൈ ഇന്ത്യൻസിന്റെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഇമ്പോർട്ടന്റ് മാച്ചാണ്. ഇപ്പോൾ ഈ മത്സരം ജയിക്കുന്ന ടീം തീർച്ചയായിട്ടും മുകളിലേക്ക് പോകും. അപ്പോൾ ഈ മത്സരം തോറ്റു കഴിഞ്ഞാൽ പിന്നീട് 4 മത്സരങ്ങളിൽ 3 എണ്ണം ജയിക്കണം എന്നുള്ളൊരു കുറച്ചുകൂടി ഒരു ടഫ് പൊസിഷൻ, അതായത് ഇപ്പോൾ നിൽക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു ടഫ് പൊസിഷനിലേക്ക് ഈ ടീമുകളിൽ ഒന്നും മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മാച്ചാണിത്. പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നാൽ വാങ്കഡയിലാണ് മത്സരം. വാങ്കഡെ ഒരു ബാറ്റിങ്ങിനെ തുണയ്ക്കുന്ന പിച്ചാണ്. എന്നാൽ സൺറൈസേഴ്സിനെതിരായിട്ടുള്ള മത്സരത്തിൽ കുറച്ച് സ്ലോ ആയിട്ടുള്ള ടാക്കി ആയിട്ടുള്ള സർഫസ് ആണ് വന്നത്. ഇപ്പോൾ ഈ മത്സരങ്ങളിലെല്ലാം ടോസിന്റെ ഭാഗ്യം ഹാർദിക് പാണ്ഡ്യയോടൊപ്പം നിന്നു. എല്ലാ മത്സരങ്ങളിലും ചേസ് ചെയ്യുകയാണ് ചെയ്തത്. RCBക്കെതിരായ മത്സരം മാത്രമാണ് ഇവർ വാങ്കഡയിൽ തോറ്റത്. ബാക്കി 3 മത്സരങ്ങളിൽ ഇവർ വിജയിക്കുകയാണ് ചെയ്തത്. എതിരാളികളെ പ്രോപ്പറായിട്ട് റെസ്ട്രിക്ട് ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞു. ഇതൊരു ആഫ്റ്റർനൂൺ ഗെയിം ആണെങ്കിലും വാങ്കഡയിൽ ഒരു രീതി വെച്ചിട്ട് ടോസ് നേടുന്ന ക്യാപ്റ്റൻ ബോൾ ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഇനി നമ്മുടെ പ്രെഡിക്റ്റഡ് പ്ലേയിങ് ടൂലിലേക്ക് വന്നു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിന് അങ്ങനെ മാറ്റം വരുത്തേണ്ട കാര്യമില്ല. കാരണം ഒരു വിന്നിംഗ് കോമ്പിനേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് ടിങ്കർ ചെയ്യാനുള്ള സാധ്യതയില്ല. ഇനി എന്തെങ്കിലും നിഗിൾസോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ചേഞ്ച് ഉണ്ടാവൂ. ഇനി LSGയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മായങ്ക് യാദവിന്റെ കാര്യം മാത്രമാണ് ഒരല്പം കുഴപ്പിക്കുന്നത്. മായങ്ക് യാദവ് മാച്ച് ഫിറ്റ് ആണോ? അപ്പോൾ മാച്ച് ഫിറ്റ് ആണെങ്കിൽ മായങ്ക് യാദവ് തീർച്ചയായിട്ടും ടീമിലെത്തും. അതായിരിക്കും അവരുടെ ടീമിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. മുംബൈ ഇന്ത്യൻസിന്റെ നിന്ന് രോഹിത് ശർമ്മ ഇപ്പോൾ നല്ല ഫോമിലാണ്. തുടർച്ചയായിട്ട് 2 50കൾ അടിച്ചു. അപ്പോൾ ആ ഒരു ഫോം ഈ മത്സരത്തിലും തുടരാനാകുമോ? അതായത് ഒരു ഹാട്രിക് ഓഫ് 50s രോഹിത് ശർമ്മയുടെ ബാറ്റിൽ നിന്ന് പിറക്കുമോ എന്നുള്ളതാണ് ഞാൻ കാത്തിരിക്കുന്ന കാര്യം. ഇനി ലക്നൗ സൂപ്പർ ജയൻസ് നിരയിൽ നിന്ന് ഋഷഭ് പന്ത്. പന്തിന്റെ പേര് പറയാനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഫോം ഔട്ട് ആണ്. ഈ സീസണിൽ ഇതേവരെ നല്ലൊരു ഇന്നിങ്സ് ആ CSKക്കെതിരെ കളിച്ചു ഒഴിച്ചാൽ ബാക്കി ഒരു നല്ല ഇന്നിങ്സ് പന്തിന്റെ ബാറ്റിൽ നിന്ന് വന്നിട്ടില്ല. പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫ്രസ്ട്രേറ്റഡ് ഫിഗർ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മോചിതനായിട്ട് എങ്ങനെയാണ് തന്റെ ടീമിനെ ലീഡ് ചെയ്യുന്നത്, അതുപോലെ ഒരു നല്ല പെർഫോമൻസ് ആ ഒരു ലീൻ ബാച്ചിൽ നിന്ന് മറികടന്ന് ഒരു നല്ല പെർഫോമൻസുമായിട്ട് പന്തിന് വരാൻ കഴിയുമോ എന്നുള്ളത് ഞാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തുടർച്ചയായ 5ാം വിജയം നേടാൻ മുംബൈ ഇന്ത്യൻസിന് കഴിയുമോ? അതോ ലക്നൗ സൂപ്പർ ജയൻസ് വിജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.